വിവിധതരം പാട്ടുമത്സരങ്ങളിലൂടെ ഒരു നാടിന്റെ തന്നെ അഭിമാനമായിരിക്കുകയാണ് റിയാൻ പ്രിയേഷ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചുമിടുക്കന്റെ വിശേഷങ്ങളിലേക്ക്. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും ഏകാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ. സംഗീതം മാത്രമാണ് ഈ കൊച്ചുമിടുക്കന്റെ ലോകം. കണ്ണടച്ചാലും സ്വരങ്ങൾക്കുള്ള വഴിതെറ്റാതെയാണ് ഈ കൊച്ചുമിടുക്കൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആലുവ ബ്ലൈൻഡ് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് റിയാൻ പ്രിയേഷ്. ആലുവ സംഗീത സഭയിൽ ആലുവ ഗോപകുമാർ എന്ന സംഗീതജ്ഞന്റെ കീഴിലാണ് സംഗീത പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ടുമുതൽക്കേ യൂട്യൂബിൽ സംഗീതം കേട്ടാണ് പഠിച്ചിരുന്നത് എന്ന് റിയാൻ പ്രിയേഷ് പറയുന്നു. ഞാൻ ചെറുപ്പത്തിലെ പാട്ടിങ്ങനെ യൂട്യൂബിൽ കേട്ട് പാടാറുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് ആലുവ സംഗീത സഭയിൽ ഗോപകുമാർ സാർ എന്ന് പറയുന്നൊരു സാറിൻ്റെ അടുത്താണ്. പിന്നെ ഞാൻ പഠിക്കുന്നത് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആലുവയിലാണ്. ഞാൻ 4ാം ക്ലാസ് തൊട്ടാണ് അവിടെ പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി പഠിച്ചതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരൻ യേശുദാസ് സാറാണ്. സാറിൻ്റെ കുറേ പാട്ടുകൾ എനിക്കറിയാം, കുറേ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 6ാം സീസണിലെ മത്സരാർത്ഥി കൂടിയാണ് റിയാൻ പ്രിയേഷ്. അവിടെയും മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. മണിത്തൂവൽ തരാ അല്ലിത്തളിരാടതരാ, മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാടതരാ, മറുപൂവിതളി മധുരം പകരാ, ചെറുപൂങ്കാറ്റ മെല്ലെത്താരാട്ട, എൻ കനവിലുതുങ്ങും. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, ദേശഭക്തിഗാനം തുടങ്ങിയവയിൽ എ ഗ്രേഡ് നേടി മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചതെന്ന് അച്ഛൻ പ്രിയേഷ് പറയുന്നു. റിയാൻ 4ാം ക്ലാസ് മുതൽ ഈ സംസ്ഥാന സ്റ്റേറ്റ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. അതിൽ 2-3 ഇനങ്ങളിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, ദേശഭക്തി ഗാനം. ഇതിൽ കഴിഞ്ഞ വർഷം ഈ വർഷം മുതൽ ഫസ്റ്റ് എ ഗ്രേഡ് ആയിരുന്നു. 2 വയസ്സ് മുതൽ മകൻ സംഗീതത്തോട് താല്പര്യം കാണിച്ചതായി അമ്മ രമ്യ പറയുന്നു. ചെറുപ്പത്തിലെ ഞാൻ പാട്ട് വെക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും, മറ്റുള്ളതിലൊന്നും ശ്രദ്ധ അപ്പോൾ കൊടുക്കില്ല, ആ പാട്ടിൽ മാത്രമായിട്ട് അങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ പാട്ട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇവന് പാട്ട് വെക്കണം എന്ന് ഇങ്ങനെ പറയും. ഇടയ്ക്ക് ചെറിയതായിട്ട് ഇങ്ങനെ മൂളും എന്തെങ്കിലും പാട്ടുകൾ. കുഞ്ഞിൽ തന്നെ ഒരു വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി പാട്ടിനോട് ഭയങ്കര ഒരിതാണ്. പിന്നെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ ഇരുന്നിങ്ങനെ രണ്ടാളും കൂടി മാറി മാറി പാട്ടൊക്കെ പാടും കുഞ്ഞിലെ. അങ്ങനെ മനസ്സിലാക്കി. പിന്നെ ഇപ്പം ഫോണ് സ്വന്തം കയ്യിലുള്ള കാരണം സ്വന്തമായിട്ട് യൂട്യൂബിൽ അവന് ഇഷ്ടമുള്ള പാട്ട് തന്നെ വെച്ചോളും, ഫോൺ യൂസ് ചെയ്യും. അപ്പം അങ്ങനെ വെച്ച് കേട്ട് അങ്ങനെ പഠിക്കും. അവിടെ നല്ലൊരു ഇവന് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് പാട്ടിൽ. അതായത് പഠിപ്പിക്കാനും അവിടെയുള്ള മ്യൂസിക് ടീച്ചേഴ്സ് കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവർ ഗ്രൂമിങ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവായി വരുന്നുണ്ട്. ആദ്യത്തേനേക്കാളും കുറേ മാറ്റം വരുന്നുണ്ട്. ഇവർ തബല 1 വർഷത്തോളം തബല പഠിച്ചിട്ടുണ്ട്. പിന്നെ കീബോർഡ് വായിക്കും കുറച്ച്. പിന്നെ സ്വിമ്മിങ് അറിയാം. അങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള സംഗീത ഇതും അതന്നെ. അച്ഛൻ പ്രിയേഷ്, അമ്മ രമ്യ, സഹോദരി ഋതി എന്നിവരും ഒറ്റക്കെട്ടായി നിന്നാണ് റിയാൻ പ്രിയേഷിന്റെ സംഗീതയാത്രയ്ക്ക് കരുത്താകുന്നത്. റിയാൻ പ്രിയേഷിന് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അഞ്ചരക്കണ്ടിയിൽ നിന്നും ക്യാമറമാൻ രജിത്ത് വലിയപുരയ്ക്കൊപ്പം തേജസ്വിനി മാറോളി, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ.